ശക്തമായ മഴയെ തുടർന്ന് ഉളിക്കൽ പഞ്ചായത്തിലെ പേരട്ട തൊട്ടിൽപ്പാലം മേഖലയിൽ വ്യാപകമായി വീടുകളിൽ വെള്ളം കയറി. അപകട ഭീഷണിയെ തുടർന്ന് 8 കുടുംബങ്ങളിൽ നിന്നായി 26 പേരെ സമീപത്തെ നൂറുൽ ഹുദ മദ്രസ കെട്ടിടത്തിൽ സജ്ജമാക്കിയ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 19 മുതിർന്നവരും 7 കുട്ടികളുമാണ് ക്യാമ്പിൽ കഴിയുന്നത്. വെള്ളപ്പൊക്കത്തിൽ വീടുകളിൽ കുടുങ്ങിപ്പോയവരെ ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി. ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. തൊട്ടിപ്പാലം പ്രദേശത്തെ മദ്രസയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ തീവ്രമായ മഴയുടെ ഫലമായിട്ട് ചില പ്രദേശങ്ങളൊക്കെ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവിടെ വെള്ളം മിക്കവാറും വീടിന് ഭീഷണിയായി വെള്ളത്തിലായതുകൊണ്ട് മദ്രസയിൽ ഇപ്പം ഒരു 8 കുടുംബത്തെ ഇപ്പം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കുടുംബങ്ങൾ ഇനി ഇങ്ങോട്ട് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം വീടിന് വല്ലാതെ ഭീഷണിയായിട്ടാണ് വെള്ളം. മതിലിടിഞ്ഞ വീടുകളുണ്ട്, അതുപോലെ തന്നെ ചുറ്റുപാടും വെള്ളം നിറഞ്ഞ് വെള്ളം കയറി തുടങ്ങിയ വീടുകളുണ്ട്. എല്ലാം വളരെ വിഷയത്തിലാണ് ഇവിടെ ഉള്ളത്. തൊട്ടിൽപ്പാലം പ്രദേശത്ത് പ്രത്യേകിച്ച് പുഴയിൽ മുമ്പ് അതിനുള്ള വീതി കൂട്ടിയതിൻ്റെ ഫലമായിട്ട് ഇപ്പം വെള്ളം കയറിയിട്ടില്ല. പക്ഷേ അതും ഇങ്ങനെ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് തോടുകളൊക്കെ കവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. അപ്പം നിലവിൽ മദ്രസയിൽ ഇത്രയും ആൾക്കാരെ താമസിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കുടുംബങ്ങളെ ഇങ്ങോട്ട് താമസിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പോലീസ്, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകരും ഇവിടെ എല്ലാവരും അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ട് ഒപ്പം തന്നെയുണ്ട്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ശക്തമായ മഴയിൽ കർണാടക ഫോറസ്റ്റിൽ നിന്നും വലിയ മലവെള്ളപ്പാച്ചിൽ വന്നേക്കുവാണ്. അതിൻ്റെ രീതിയിൽ ഒരു 8 കുടുംബങ്ങളെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഒരു 5-8 വീടുകളുടെ പുറകുവശം ഭിത്തിയൊക്കെ മതിൽ കെട്ടുകളെ പൊട്ടി വീടുകളിലേക്ക് വീണിട്ടുണ്ട്. ഇപ്പോൾ 8 കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് 10-30 ആളുകൾ അതിൽ വന്നിട്ടുണ്ട്. കൂടാതെ കൂടുതൽ ആളുകളെ ഈ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇവിടെ വില്ലേജ് ഓഫീസർ അടക്കമുള്ള അധികാരികളുണ്ട്. അവരെ പരിപൂർണമായും ഈ കാര്യത്തിൽ മുഴുകി നിൽക്കുവാണ്. എല്ലാവരുടെയും ജീവനും സംരക്ഷിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് മുൻ പഞ്ചായത്ത് മെമ്പർ അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഇവിടെ സജീവമായി രംഗത്തുണ്ട്. അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്തു. ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ആരോഗ്യ പരിശോധനകളും ശുചിത്വ ബോധവൽക്കരണവും പ്രതിരോധ മരുന്നുകളുടെ വിതരണവും ആരോഗ്യവകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ നമ്മൾ തൊട്ടിപ്പാലത്ത് കൊച്ചുമുറി ജോയി എന്ന ആളുടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന 8ഓളം കുടുംബങ്ങൾ ആ വെള്ളത്തിൻ്റെ വീടിൽ വെള്ളം കയറി വലിയ ദുരിതം അനുഭവിച്ച് അവരെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 2018 ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തൊട്ടിപ്പാലം മദ്രസയിൽ ഇത്തരത്തിൽ ക്യാമ്പ് ഒരുക്കുകയും ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ട് ഇനിയും ആളുകൾ ഈ മഴ തുടരുകയാണെങ്കിൽ ഇനിയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാ തലത്തിലും ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. ആളുകൾ മുഴുവൻ നാട്ടുകാരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടാണ് ഇത്തരത്തിൽ ആളുകളെ ക്യാമ്പിൽ എത്തിച്ചിട്ടുള്ളത്. പഞ്ചായത്തും അതുപോലെ വില്ലേജും ഒക്കെ പൂർണ്ണ പിന്തുണയുമായി സഹകരണവുമായി ഇവിടെ ഞങ്ങളോടൊപ്പമുണ്ട്.